Hi friends, I am in the terrace in the middle. I am a grow bag and hydroponic कृषി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോഴേക്കും എനിക്കും അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മേളിൽ കയറി ഡെയിലി നനയ്ക്കുക എന്നുള്ളത്. അതും ഓരോ സമയത്ത് ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. അപ്പോൾ നല്ല വേനൽക്കാലമാണെങ്കിൽ ചെടികൾക്ക് ഒരുപാട് വെള്ളം വേണം, ചിലപ്പോൾ 2 നേരമൊക്കെ നനയ്ക്കേണ്ടി വരും. അതൊന്നും നമുക്ക് ചിലപ്പോൾ ഗ്രോ ബാഗിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം എക്സ്പെർട്ട് ആയിരിക്കണം. അതിന് നമ്മൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് കുറേയൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെടികളുടെ ഇറിഗേഷൻ റിലേറ്റഡ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും നമുക്ക് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള ഘടകം, അതായത് നമുക്ക് റീഡ് ചെയ്തെടുക്കേണ്ട മെയിനായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഈ ഗ്രോ ബാഗിൻ്റെ മണ്ണിനകത്ത് അടങ്ങിയിരിക്കുന്ന മോയ്സ്ചർ ലെവലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ കപ്പാസിറ്റൻസ് മോയ്സ്ചർ സെൻസർ. ഇതുപോലെ തന്നെ റെസിസ്റ്റീവ് ആയിട്ടുള്ള മോയ്സ്ചർ സെൻസേഴ്സൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന 2 കോപ്പർ ട്രാക്കാണ്. അത് നമ്മൾ മണ്ണിൽ കുത്തി വയ്ക്കുമ്പോഴേക്കും ഇതിനകത്ത് DC കറണ്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോളിസിസ് വഴി ഇത് ദ്രവിച്ച് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ കോപ്പർ ഇതൊക്കെ തന്നെയല്ലേ, ഈ മെറ്റലൊക്കെ ദ്രവിച്ച് മണ്ണിൽ കലങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഹെവി മെറ്റൽസ് ഒക്കെ വരുമ്പോഴേക്കും. അപ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കപ്പാസിറ്റീവ് സെൻസർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ കപ്പാസിറ്റീവ് സെൻസർ എന്താണെന്നും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും ഇതിൻ്റെ മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്, ഇത് 0 വാട്ട് എന്ന യൂട്യൂബ് ചാനൽ. ഇലക്ട്രോണിക്സ് ടെക്നോളജി പിന്നെ കുറച്ച് അൺബോക്സിംഗ് പോലുള്ള കുറച്ച് വീഡിയോകളൊക്കെ ചേർത്തിട്ടുള്ളൊരു ചാനലാണത്. അപ്പോൾ വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഇതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഇന്ന് എത്തിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ പ്രൈസും മറ്റു ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഞാൻ വാങ്ങിക്കേണ്ട ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കയറി നോക്കാവുന്നേ ഉള്ളൂ. നല്ലൊരു ആൻറ്റി സ്റ്റാറ്റിക് ആയിട്ടുള്ള കവറിനകത്തൊക്കെയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കപ്പാസിറ്റീവ് മോയ്സ്ചർ സെൻസർ. ഇത് വെർഷൻ 2.0 ആണ്. ഇതുപോലെ 1.2 അവൈലബിൾ ആണ്. അത് കുറച്ച് പഴയ മോഡലാണെന്ന് തോന്നുന്നു. ഇതാണ് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇതിൻ്റെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ കണക്ടർ വരുന്നത്. അതിനകത്ത് ഗ്രൗണ്ട്, VCC, പിന്നെ അനലോഗ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് 3 പിന്നുണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്യേണ്ട വയറും ഇതിനോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കണക്ടർ ഈ സൈഡിലുണ്ട്. മറുവശത്ത് നമ്മുടെ സാധാരണ ഫീമെയിൽ 3 പിന്നിൻ്റെ സോക്കറ്റാണുള്ളത്. അപ്പോൾ സെൻസറിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു ട്രാക്കാണ്. അതായത് സെൻട്രലൊരു ട്രാക്കുണ്ട്, അതിന് ചുറ്റും ഇങ്ങനെ ഒരു U ഷേപ്പിൽ വേറൊരു ട്രാക്കുണ്ട്. അപ്പോൾ ഈ 2 ട്രാക്കും കൂടെ ചേരുന്നതാണ് ഇതിൻ്റെ കപ്പാസിറ്റർ. ഈ വലിയ കപ്പാസിറ്ററും ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്ന ഒരു 555 IC ഉണ്ടല്ലോ, അതും ചേർന്നിട്ടാണ് ഇതിനകത്തുള്ള റീഡിങ് നമുക്ക് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ ഇതവിടെ ഒരു ലൈൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിന് താഴോട്ടുള്ള ഭാഗമാണ് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുന്നത്. ബാക്കിയുള്ള ഭാഗം എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ഔട്ട്ഡോർ യൂസിന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇതിൻ്റെ വേറൊരു ചാനലുണ്ട്, നമ്മുടെ കൃഷിയെപ്പറ്റി പറയുന്ന വേറൊരു ചാനലുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും ഇതെങ്ങനെയാണ് നമ്മൾ ഫീൽഡിൽ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ ബേസിക്കായിട്ട് ഇതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ കമ്പോണൻസിനെ പറ്റിയും പിന്നെ ഇതെങ്ങനെ നമ്മുടെ Arduino ആയിട്ട് ഇൻ്റർഫേസ് ചെയ്ത് ഇതിൻ്റെ ഡേറ്റ റീഡ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂസ് എങ്ങനെയാണെന്ന് നിങ്ങൾ ആ ചാനലിൽ പോയി നോക്കുക. അത് അവൈലബിൾ ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് വഴി നിങ്ങൾ അറിയിക്കാം. അപ്പോൾ ആ സമയത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. എന്നിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ഇതിനെ Arduino ആയിട്ട് ഇൻ്റർഫേസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഡേറ്റ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അത് നമ്മുടെ കപ്പാസിറ്റർ സെൻസറിൻ്റെ ഒരു സൂം ചെയ്തിട്ടുള്ള ഒരു വ്യൂ. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പോണൻസ് ഒക്കെ നല്ല ക്ലോസ് അപ്പിൽ കാണാം. ഇതിൻ്റെ ഈ അറ്റത്തായിട്ട് നമ്മുടെ 3 പിന്നിൻ്റെ കണക്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന പവർ നേരെ വരുന്നത് ഒരു റെഗുലേറ്റർ സർക്യൂട്ടിലേക്കാണ്. ഈ മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ റെഗുലേറ്റർ സർക്യൂട്ട്. ഇവിടെ ഒരു 3.3 വോൾട്ടായിട്ട് നമുക്ക് കിട്ടുന്ന പവറിനെ റെഗുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ IC ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 5 വോൾട്ട് വരെയൊക്കെ കൊടുക്കാം. അടുത്ത് വരുന്ന പാർട്ടാണ് ഇതിൻ്റെ ഓസിലേറ്റർ, അതായത് സ്ക്വയർ വേവ് ജനറേറ്റർ. ഇത് വർക്ക് ചെയ്യുന്നത് ബേസിക്കായിട്ട് നമ്മുടെ NA555 IC വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കുറച്ച് കമ്പോണൻസ് കൂടെ ചേർന്നിട്ട് ഒരു 370 kHz സ്ക്വയർ വേവ് ആണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന സ്ക്വയർ വേവ് നേരെ ഫീഡ് ചെയ്യുന്നത് ഒരു RC സർക്യൂട്ടിലേക്കാണ്. അപ്പോൾ ഈ സർക്യൂട്ടിനകത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ഈ റെസിസ്റ്ററും പിന്നെ ഈ വേരിയേഷൻ വരുന്നത് ഈ കപ്പാസിറ്ററിനകത്താണ്. അപ്പോൾ ഈ കപ്പാസിറ്റൻസിൻ്റെ വേരിയേഷൻ ഉണ്ടാകുന്നത് ബേസിക്കായിട്ട് അതിൻ്റെ ഡയലക്ട്രിക്കിനകത്തുള്ള ചേഞ്ചാണ്. അപ്പോൾ ഡയലക്ട്രിക്കിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതിന് ചുറ്റുമുള്ള ഹ്യൂമിഡിറ്റി ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഈ മോയ്സ്ചർ, മണ്ണിലുള്ള മോയ്സ്ചറിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് എൻ്റെ RC സർക്യൂട്ട്. അപ്പോൾ ഇതിൽ കിട്ടുന്ന ട്രയാങ്കുലർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ട്രയാങ്കുലർ വേവിനെ നമുക്ക് ഇതിൻ്റെ പീക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത സർക്യൂട്ട് വരുന്നത്. അപ്പോൾ ട്രയാങ്കുലർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഏകദേശം സ്മൂത്തായിട്ടുള്ളൊരു വോൾട്ടേജ് നമുക്ക് സെറ്റാക്കി തരുന്നതാണ് ഈ പീക്ക് ഡിറ്റക്ടർ. ഇത് ഏകദേശം 1 സെക്കൻഡിലൊക്കെ ആയിരിക്കും അപ്ഡേറ്റഡ് ആവുന്നത്. അപ്പോൾ ഇത്രയും കമ്പോണൻറ്റ്സ് ചേർന്നിട്ടാണ് ഇതിൻ്റെ പീക്ക് ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രോബിനകത്ത് ഈ പർപ്പിൾ കളറിൽ കാണുന്ന കമ്പോണൻറ്റ്സാണ് ഇതിൻ്റെ പീക്ക് ഡിറ്റക്ടർ സർക്യൂട്ട്. നമുക്കിതിനെ ഒന്ന് വയർ ചെയ്തിട്ട് ഇതിനെ ഫുൾ ഹ്യൂമിഡിറ്റി ഉള്ള ലെവലിലും ഫുൾ ഡ്രൈ ആയിട്ടുള്ള ലെവലിലും നമുക്ക് ഈ ഔട്ടിൽ നിന്ന് എത്രത്തോളം വോൾട്ടേജ് കിട്ടുന്നു എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായിരിക്കും നമ്മുടെ വോൾട്ടേജസിൻ്റെ എക്സ്ട്രീം. അപ്പോൾ ഈ വാല്യൂവിന് ഇടയ്ക്ക് കിട്ടുന്ന ഏത് വോൾട്ടേജിനനുസരിച്ചായിരിക്കും നമുക്ക് ഇതിനകത്തുള്ള ഹ്യൂമിഡിറ്റി സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആർഡുയിനോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആർഡുയിനോയുടെ അനലോഗ് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം അവിടെ വരുന്ന വാല്യൂസ് റീഡ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് പിന്നെ മറ്റ് ആക്ഷൻസ് അതായത് പമ്പ് ഓൺ ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക്കായിട്ട് നമ്മുടെ പ്രോബ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഏകദേശം കമ്പോണൻറ്റ്സൊക്കെ നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. സർക്യൂട്ടൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ കോപ്പർ ട്രാക്ക് കറക്റ്റായിട്ട് നോക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഇൻ്റർനെറ്റിലുള്ള കുറച്ച് റിസോഴ്സൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതിനെ ഒന്ന് വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വോൾട്ടേജസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ കപ്പാസിറ്റീവ് സോയിൽ മോയ്സ്ചർ സെൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാനത് വയർ വെച്ചിട്ടുണ്ട്. നമ്മളൊരു ആർഡുയിനോയുടെ പവർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു VIN ആൻഡ് ഗ്രൗണ്ടിൽ നിന്നുള്ള 2 വയർ എടുത്തിട്ട് ഇതിൻ്റെ പവർ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേറ്റയും ഗ്രൗണ്ടും വേറെ 2 വയറിലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റി സെൻസർ വർക്ക് ചെയ്യാനുള്ള പവർ നമ്മുടെ ആർഡുയിനോയാണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് ഏകദേശം ഒരു 5 വോൾട്ടോളം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എത്ര വോൾട്ടേജാണ് ഈ കണ്ടീഷനിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഡ്രൈ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്, സെൻസർ വെളിയിലാണ് ഇരിക്കുന്നത്, ഈ കണ്ടീഷനിൽ നമുക്ക് എത്ര വോൾട്ടേജ് കിട്ടുമെന്ന് നോക്കാം. ഇതിൽ പച്ച വയറാണ് എൻ്റെ ഗ്രൗണ്ട്, മറ്റേതാണ് നമുക്ക് അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഡ്രൈ കണ്ടീഷനിൽ ഏകദേശം 2.76 വോൾട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ വോൾട്ടേജ് കിട്ടുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഡ്രൈ ആയിട്ട് കണക്ക് കൂട്ടാം. ഇനി ഇതിൻ്റെ വെറ്റ് കണ്ടീഷനിൽ എത്ര വോൾട്ടേജ് കിട്ടുമെന്ന് നോക്കാം. അതിലേക്കായിട്ട് ഞാൻ ഈ സെൻസറിനെടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. ഏകദേശം നമ്മൾ നേരത്തെ കാണിച്ച ആ ലൈനിൻ്റെ ഹൈറ്റ് വരെ ഇപ്പോൾ അതിനകത്ത് വെള്ളമുണ്ട്. ഈ സമയത്ത് നമുക്കിതിനകത്തുനിന്ന് ഏകദേശം 1.13 വോൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 1.13 വോൾട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ സെൻസർ കംപ്ലീറ്റ്ലി മോയിസ്റ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സെൻസറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആർഡുയിനോയുടെ അനലോഗ് പിന്നിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം അതിനെ റീഡ് ചെയ്തിട്ട് അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മണ്ണിലുള്ള മോയ്സ്ചർ ലെവൽ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റി സോയിൽ മോയ്സ്ചർ സെൻസർ എന്താണെന്ന് കണ്ടു കഴിഞ്ഞത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് ആർഡുയിനോയായിട്ട് ഇൻ്റർഫേസ് ചെയ്ത് ഒരു ചെറിയൊരു ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ക്രിയേറ്റീവ്.